എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പനിക്കൂർക്കയെക്കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം പുതിനയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഈ പനിക്കൂർക്കയ്ക്ക് മെക്സിക്കൻ പുതിന എന്ന് പറയും, മെക്സിക്കൻ മിൻറ്റ്, ഇന്ത്യൻ ബോറേജ് എന്നും പറയാറുണ്ട്. പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ്. അധികമൊന്നും വലുതാകില്ല, അധികം സ്ഥലവും വേണ്ട, ചെറിയ ചട്ടിയിലോ എന്തിലെങ്കിലും വെച്ച് വളർത്താവുന്നതാണ്. പുതിനയുടെയും ഈ മെക്സിക്കൻ പുതിനയുടെയും സുഗന്ധം വെവ്വേറെയാണ്. അതെല്ലാം നിങ്ങൾ നട്ടു വളർത്തിയാലേ മനസ്സിലാകുകയുള്ളൂ. തുളസിയുടെ വേറെ, ഇതെല്ലാം ഔഷധ സസ്യമാണ്. അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയാം കേട്ടോ. ജലദോഷം, മൂക്കൊലിപ്പ്, ആസ്മ തുടങ്ങിയ ശ്വാസകോശ പ്രശ്നങ്ങൾ എല്ലാം മാറ്റുന്നു. അപ്പോൾ ഒരു പനിക്കൂർക്ക കൂടി നിങ്ങളുടെയൊക്കെ വീട്ടിൽ നട്ടു വളർത്തുക. ധാരാളം ഗുണങ്ങളുണ്ട്. ദഹനക്കേട് മാറ്റുന്നു, വായുവിൻ്റെ പ്രശ്നങ്ങൾ, വയറിലെ അസ്വസ്ഥത, തലവേദന ശമിപ്പിക്കുന്നു, അങ്ങനെ ധാരാളം ഗുണങ്ങളുണ്ട് കേട്ടോ. പിന്നെ പ്രാണികടി, ചർമ്മത്തിലെ അണുബാധ അകറ്റുന്നു. പ്രാണികടി എന്ന് പറഞ്ഞാൽ കൊതുക് എന്തെങ്കിലുമൊക്കെ കടിക്കുമ്പോഴത്തേക്കും തുളസി ഇലയിട്ട് തിരുമുന്നത് പോലെ തന്നെ ഈ പനിക്കൂർക്ക ഇട്ട് തിരുമിയാൽ മതി. അതിനൊക്കെ നല്ലതാണ്, അതിൻ്റെ സുഗന്ധവും നല്ലതാണ്. പ്രകൃതിയിൽ എന്തുമാത്രം ഔഷധ സസ്യങ്ങളാണുള്ളത്. ഇതെല്ലാം ചെറിയ ചെറിയ സസ്യങ്ങളാണ് കേട്ടോ. ഇതെല്ലാം നിങ്ങൾ നട്ടു വളർത്തുക. ചർമ്മരോഗങ്ങൾക്ക് നല്ലത്, താരം മാറുന്നതിന് നല്ലത്, ചൊറിച്ചിൽ അകറ്റുന്നതിന്, മുറി ഉണക്കുന്നതിന്, പൊള്ളൽ, ചെറിയ പൊള്ളലൊക്കെ വരുമ്പോഴത്തേക്കും അതെടുത്ത് അതിൻ്റെ നീരിടുന്നത് നല്ലതാണ്. അലർജികൾ മാറും. നിരവധി കാര്യങ്ങൾക്ക് നല്ലതാണ് പനിക്കൂർക്ക. ചെറിയ മുറിവൊക്കെയാണ് കേട്ടോ. വലിയ മുറിവൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പനിക്കൂർക്ക ഇട്ടിട്ടിരിക്കും. നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞത്. ചൊറിച്ചിലോ ഈ ചെറിയ മുറിവുകളോ ഒക്കെ വരുമ്പോൾ, പിന്നെ ചിലവർക്ക് ഈ ചൊറിച്ചിലിന് ഒന്നും അലർജി ഉണ്ടാവും ഈ പനിക്കൂർക്ക കൊണ്ട്. അതുകൊണ്ട് അവരത് ഉപേക്ഷിക്കുക. ആദ്യം എവിടെയെങ്കിലും പുരട്ടി നോക്കുമ്പോൾ തന്നെ തണുർക്കുകയോ ചൊറിച്ചിൽ കൂടുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നീരൊന്നും പുരട്ടാതിരിക്കണം. കൊച്ചുകുട്ടികളെ കുളിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഇല വെള്ളത്തിലിട്ട് കുളിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇലയെടുത്ത് ഞരടി ഈ നെഞ്ചത്ത് എല്ലാം പുരട്ടി കൊടുക്കാറുണ്ട്, നെറ്റിയിൽ പുരട്ടാറുണ്ട്. അതെല്ലാം കുട്ടികൾക്ക് നല്ലതാണ്. ആവി പിടിക്കുന്നതും മറ്റും പരമ്പരാഗതമായി തന്നെ ചെയ്തു വരുന്നതാണ്. പെട്ടെന്നുള്ള ഒരു പ്രകൃതിദത്തമായ ആശ്വാസം ലഭിക്കുന്ന മെഡിസിനാണ് പനിക്കൂർക്ക. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആയുർവേദ ഡോക്ടർമാരോടും ചോദിച്ച് മനസ്സിലാക്കുക. കൂടാതെ അച്ചുവെയിൻ, അതെന്താ, ചൈനീസ് ഉരുളക്കിഴങ്ങ്, അതായത് കൂർക്കയും പനിക്കൂർക്കയുടെ ഇല പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഒരേപോലെ തന്നെ ഇരിക്കും, പക്ഷേ അതിൻ്റെ ഗന്ധത്തിന് വ്യത്യാസം ഉണ്ടാകും കേട്ടോ. ഈ അജ്വൈൻ ഭക്ഷ്യയോഗ്യമാണ്. അതിൻ്റെ ഔഷധ ഗുണങ്ങളൊന്നും എനിക്കറിയില്ല. അത് ഭക്ഷണത്തിന് അതിൻ്റെ ഇലയും കഴിക്കുമെന്നറിയില്ല. കൂർക്ക നമ്മൾ കഴിക്കാറില്ലേ, കൂർക്ക ചെറിയ ചൈനീസ് ഉരുളക്കിഴങ്ങാണത്. പനിക്കൂർക്ക വേറെയും ധാരാളം ഉപയോഗങ്ങളുണ്ട്. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. അത് ഏതെങ്കിലും വിധത്തിലൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. രസം വെച്ചോ, ചമ്മന്തി ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ വെറുതെ തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ടിട്ട് അത് കുടിക്കാവുന്നതാണ്. ഒന്നും അധികമാകണ്ട, കുറച്ചൊക്കെ ഇട്ടിട്ട് കഴിക്കാവുന്നതാണ്. ഹെർബൽ ടീ ഉണ്ടാക്കാം, ഔഷധ ഗുണമുള്ളതാണല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ കഴിക്കുക. മുടിയുടെ കാര്യത്തിനും വളരെ നല്ലതാണ്. അതെല്ലാം ഈ ചില സസ്യങ്ങൾ മുഴുവനും മുടിക്ക് നല്ലതാണ്. മുടിക്ക് കട്ടി വെച്ചതുപോലെ തോന്നിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. കറ്റാർവാഴ മുടിക്ക് നല്ലതാണ്. അത് ഈ പനിക്കൂർക്കയും മുടിക്ക് നല്ലതാണ്. കട്ടി വർദ്ധിപ്പിക്കുന്നതിന്
ചിലർക്ക് അലർജി ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതനുസരിച്ച് ചെയ്യുക, ഉപയോഗിക്കാതിരിക്കുക. അതെവിടെയെങ്കിലും പുരട്ടി നോക്കിയിട്ട് തണുപ്പോ ചൊറിച്ചിലോ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. വളരെ അപൂർവം പേർക്ക് അലർജി ഉണ്ടാവാറുള്ളൂ. പിന്നെ നമ്മൾ ഈ മറ്റ് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഇതെല്ലാം മേടിക്കാണ്ട് കഴിയുമല്ലോ. വീട്ടിൽ തന്നെ പനിക്കൂർക്ക ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഉപയോഗിക്കാം. ഈ കാലത്ത് എല്ലാം കടകളിൽ മേടിക്കാൻ കിട്ടുമെങ്കിലും നമ്മുടെ വീട്ടിലുള്ളതുപോലെ ആവില്ല. അപ്പോൾ സൂക്ഷിക്കുക. കുപ്പുകൈയോടെ ലക്ഷ്മി ശിവി. വീണ്ടും വരാം. വീഡിയോ കണ്ടതിന് നന്ദി.